ഞാൻ വീഡിയോ എടുത്തു. ഇതേപോലെ അവൻ എന്നോട് വളരെ മോശമായിട്ട് ഉറപ്പായിട്ട് ചെറുപ്പക്കാരനാണ്. എന്റെ കൈക്ക് തട്ടിയതാണ്. അപ്പൊ ഞാൻ അവനെ വണ്ടി ചവിട്ടി പിടിച്ചു, ഹെൽമെറ്റിന്റെ ഉള്ളിൽ കൂടി ഒരു പഞ്ച് കൊടുത്തു. അപ്പൊ അവൻ എന്റെ ഫോണ് തട്ടി തെറിപ്പിച്ചു. എന്തോ ഭാഗ്യത്തിന് അന്ന് തവിടുപൊടിയായില്ല. ഈ ട്രാഫിക് ഇതിന്റെ ഇടയിൽ നമുക്ക് കിട്ടിയ ഒരു സ്വതന്ത്രമായി പോകാൻ പറ്റുന്ന വഴിയാണ്. അപ്പൊ ആ വഴിയിൽ വന്നിട്ട് ഇങ്ങനെ അതിക്രമം കാണിക്കുന്നത് ചിലർ ക്ഷമിക്കും, അതിന് എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ വല്ലാതെ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ബ്ലോക്കിനിടയിൽ റോഡിൽ നിന്ന് മാറി ഫുട്പാത്തിലൂടെ വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ചേട്ടൻ. എന്നാൽ സധൈര്യം ആ ചേട്ടന് മുമ്പിൽ നിന്നുകൊണ്ട് ആ ചേട്ടനെ തടഞ്ഞ് നിരായ വഴിക്ക് തിരിച്ചുവിട്ട ഒരു അമ്മയുണ്ട്. കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശിയാണ് അമ്മ. അമ്മയാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. അതും തന്നെ അഭിനന്ദനങ്ങൾ. ഇപ്പൊ MVD അടക്കം ഇപ്പൊ ഇന്ന് വന്ന് അഭിനന്ദിക്കുകയുണ്ടായി അല്ലേ? അതെ. അപ്പൊ എങ്ങനെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മയുടെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു. അപ്പൊ ഇങ്ങനെ നിരന്തരമായിട്ട് നമുക്കും അറിയാം, ഞാനും എരഞ്ഞിപ്പാലം വഴിക്കൊക്കെ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പൊ നിരന്തരമായിട്ട് ഈ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ആളുകൾ നിരതെറ്റിച്ചുകൊണ്ട് ഫുട്പാത്തിലൂടെ പോകുന്ന വലിയ പ്രശ്നമാണ്. അപ്പൊ എങ്ങനെ അമ്മ കാലങ്ങളായിട്ട് പ്രതികരിക്കുന്നുണ്ടാവും? അതെ, ഞാൻ കാലങ്ങളായിട്ട് പ്രതികരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാനൊരു പരാതി കൊടുത്തതാണ് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മാലൂർക്കുന്നതിന് മുകളിൽ പോയിട്ട്. ഞാൻ വീഡിയോ എടുത്തു. ഇതേപോലെ അവൻ എന്നോട് വളരെ മോശമായിട്ട് ഉറപ്പായിട്ട് ചെറുപ്പക്കാരനാണ്. വളരെ ഇയാൾ റഫായിട്ടൊന്നും സംസാരിച്ചില്ല കേട്ടോ. ഇയാൾ വളരെ കൂളായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ റഫായിട്ട് സംസാരിച്ചു. എൻ്റെ തള്ളനെയും തന്തനെയും ഒക്കെ വിളിച്ചു. ഞാൻ അവൻ്റെ മുഖത്തിടിച്ചു. എൻ്റെ കൈക്ക് തട്ടിയതാണ് അവൻ. അപ്പോൾ ഞാൻ അവനെ വണ്ടി ചവിട്ടി പിടിച്ചു, ബാക്കോട്ട് എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ബാക്കോട്ട് പോകാനാണ് ഒരു വലിയ വിഷമം. അപ്പോൾ ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തു. അവൻ്റെ മറ്റൊരു ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കൂടി ഒരു പഞ്ച് കൊടുത്തു. അപ്പോൾ അവൻ എൻ്റെ ഫോണ് തട്ടി തെറിപ്പിച്ചു. എന്തോ ഭാഗ്യത്തിന് അന്ന് തവിടുപൊടിയായില്ല, വണ്ടിയൊന്നും പോയില്ല. ഞാൻ അപ്പോൾ ബ്ലോക്ക് ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിവനും പിന്നെ എന്നോട് മണപ്പെടുത്താണല്ലോ. അപ്പോൾ അത് ഞാൻ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ വീഡിയോ കൊണ്ട് കൊടുക്കുന്നത് അവർ കമ്പ്യൂട്ടറിൽ അത് കയറ്റി അവർക്ക് നമ്പർ എടുക്കണമല്ലോ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞതിൽ ഫൈൻ അടയ്ക്കും, പിന്നെ അവരുടെ ക്ലാസ്സിൽ പറഞ്ഞയക്കും. അതായത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ശാശ്വതമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് നമ്മൾ കുറച്ച് കാലമായി. അപ്പോൾ ഇതിന് ശാശ്വതം, കാരണം ഇതിന് അറിയില്ലേ, ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർ, കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓഫീസുകൾ ഒക്കെ കുട്ടികളും എല്ലാവരും വയസ്സായവരും ഒക്കെ നടന്ന് വളരെ കൂളായിട്ട്, കാരണം നമുക്ക് കിട്ടിയൊരു വഴിയാണല്ലോ ഇത്. പക്ഷേ ഈ ട്രാഫിക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയൊരു സ്വതന്ത്രമായി പോകാൻ പറ്റുന്ന വഴിയാണ്. അപ്പോൾ ആ വഴിയിൽ വന്നിട്ട് ഇങ്ങനെ അതിക്രമം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രി ഉറക്കം. പിന്നെ അവൻ വണ്ടി എടുത്ത് അറിയിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവനെ ഞാൻ വിട്ടില്ല, ഞാൻ വിടില്ലാന്നുള്ള അപ്പോൾ അവൻ പിന്നോട്ടെടുത്തു പോയി. ഇവന് എനിക്ക് രാത്രി ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നെ എൻ്റെ ചിന്ത മുഴുവൻ ഇവനെ ഞാൻ പിന്നെ രാവിലെ എണ്ണീറ്റ് ഞാൻ ഇതേപോലെ അവിടെ പോയി പരാതി എഴുതി ഉണ്ടാക്കി. ഞാൻ തന്നെ പരാതി ചെയ്തു, കോപ്പി കാണണം. അപ്പോൾ എഴുതി ഉണ്ടാക്കി ഞാൻ കൊടുത്തു. അപ്പോഴവരിങ്ങനെ പറഞ്ഞത്. പിന്നെ സാറ് വിളിച്ചു 2 ദിവസത്തെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വയനാട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയാൽ, അപ്പോൾ അങ്ങോട്ട് ആ സാറ് വിളിച്ചു. എൻ്റെ നമ്പറിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവനെ കാണേണ്ടതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടതാണ് അവനെ, എനിക്കിനി കാണണമെന്നൊന്നുമില്ല. അവനെ നിങ്ങൾ അവൻ്റെ മുഖത്തിടിച്ചു എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു എന്നെ എൻ്റെ അമ്മേനെയും അച്ഛനെയും പറഞ്ഞാൽ പിന്നെ രക്തം തിളയ്ക്കുന്നവർ, അത് ചിലർ ക്ഷമിക്കും, അതിന് എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഇടിച്ചിട്ടുണ്ട്, അത് മസ്റ്റാണ്. എന്നെ ഭ്രാന്തിന്നോ എന്തൊക്കെയോ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പാണ് പറഞ്ഞു. അപ്പോൾ സാറ് ചോദിച്ചു ഞങ്ങൾ നിയമ നടപടികളെടുക്കാം. ഓക്കെ പറഞ്ഞു. പിന്നെ നേരെ തിരുവനന്തപുരത്ത് പോകും, കാരണം ഇവർ കമ്പ്യൂട്ടറിൽ കയറ്റുന്നുണ്ടാകും. നേരെ തിരുവനന്തപുരത്ത് സാറ് കണ്ടു, എൻ്റെ മെയിൻ പ്രധാന ആൾ കണ്ടു. അയാൾ സാറ് വിളിക്കുന്നു. സാറും ഇതുപോലെ ചിരിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. എൻ്റെ ഇവർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്നോട് പറഞ്ഞു ഞങ്ങൾ നിയമ നടപടി എടുക്കും, നിങ്ങൾ ഇനി അടിയൊന്നും ഉണ്ടാക്കാൻ പോകണ്ട, നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചാൽ നമ്മൾ എനിക്ക് ശുഭയാത്രയുടെ നമ്പറൊക്കെ തന്നു. പക്ഷെ ഞാൻ അതിന് ശേഷം ഒരു വീഡിയോ ഇട്ടു. അതിനുശേഷം ഇത് പറഞ്ഞ് സാറ് പറഞ്ഞു ഇങ്ങനെ നമ്പറിൽ ഫോട്ടോ എടുത്ത് അയച്ചാൽ മാത്രം മതിയെന്ന്. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ ഫോട്ടോ എടുത്ത് അയച്ചപ്പോൾ ഇവർക്ക് പിന്നെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണം. ഇവിടെ നിന്ന് എന്ത് ചെയ്ത് മറ്റേ. അപ്പം എനിക്കങ്ങനെ ദേഷ്യം പിടിച്ചു. ഞാനത് ഇട്ടിച്ചു, കാരണം എനിക്ക് ഈ ഫോണും വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫോണാണ്. അമ്മയ്ക്ക് 73 വയസ്സുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ 2 ദിവസം മുമ്പാണ് പകർത്തിയത്. അന്ന് എന്താ സംഭവിച്ചത്? അന്നത്തെ പോലെ ഞാൻ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ കാശ് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞ ആ മേഴ്സി കോളേജിൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, അവർക്കറിയാം നിങ്ങളെ. ഇപ്പോൾ പുതിയ പീഡിയക്കാരൊക്കെ ഞാൻ വിചാരിച്ചാൽ അറിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ കൊണ്ട് കൊടുത്താൽ മതി, അവൻ പണിയെടുക്കല്ലേ. അപ്പോൾ ഞാൻ ഉച്ചക്കാണ് ഒരു 12:30 1 മണിയായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇവൻ നേരെ ഇങ്ങോട്ട് വരുന്നു. എൻ്റെ അഭിമുഖമായിട്ട് വരുമ്പോൾ ഞാൻ എന്നോട് പറയുകയാണ് മാറി നിൽക്കൂ. നല്ല വളരെ ഇതിലാണ്, മാന്യമായിട്ടാണ്. അപ്പോൾ മാറി നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു എങ്ങോട്ട് മാറാൻ? റോഡിലേക്ക് മാറാനും, ഇതെൻ്റെ വഴിയല്ലേ.
അപ്പോൾ നമ്മൾ മാറി നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മളെ അവകാശം അല്ല, ഇത് അവർക്കുള്ള റൈറ്റ് ആണെന്നുള്ള ഒരു തോന്നലല്ലേ കൊടുത്തു. അപ്പോൾ അവന് അല്ല അത് ഞാൻ ചോദിച്ച റോഡിലേക്കാണോ അതുകൊണ്ട് ഇപ്പുറത്താണെങ്കിൽ കുണ്ടും കുഴി അതിലാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അവൻ ഇങ്ങനെ വണ്ടി ചരിച്ചിട്ട് പറഞ്ഞു ഇതിലേ പൊക്കോളൂ എന്നാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഞങ്ങളെ വഴിയാണത്, നിങ്ങൾ ശരിക്കും പിടിക്കും. അത് ഞാൻ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളെ വഴിയാണ്, ഞങ്ങളെ കാൽനട യാത്രക്കാരെ വഴിയാണ്, ഞങ്ങൾക്ക് ഇതിലേ പോകാനുള്ളതാണ്. നിങ്ങൾക്ക് പിന്നെ ലൈസൻസ് തരുമ്പോൾ ഇതല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ ഫുട്പാത്തിലോട് ഇരിക്കാനാണോ നിങ്ങൾക്ക് ലൈസൻസ് തന്നത്? അപ്പം അവൻ പറഞ്ഞു നിങ്ങൾ നിയമം പറയുകയാണല്ലേ എന്ന് ചോദിച്ചു. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. എനിക്കറിയാലോ നിയമം എന്താണ് പറയാൻ നമുക്കറിയാലോ, ഇപ്പം അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു എന്നാണ്. അപ്പോൾ പിന്നെ അവന് ഇല്ല. അപ്പം എനിക്ക് തോന്നി അവൻ തർക്കിക്കാൻ തോന്നിയപ്പോഴാണ് ഞാൻ ബാഗിൽ നിന്ന് ഇതെടുക്കുന്നത്, മൊബൈൽ എടുത്തിട്ട് ഈ നമ്പർ പിടിക്കാന്നുള്ളതാണ് ഇവൻ്റെ. എന്തെങ്കിലും തർക്കം പോവുകയാണെങ്കിൽ നമുക്ക് ഒരു തെളിവ് വേണമല്ലോ. അപ്പോൾ ആ നമ്പർ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ ഫോട്ടോ എടുക്കുക, വീഡിയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്പർ എടുക്കണം എന്തായാലും. അപ്പോൾ ഫോട്ടോ എടുത്ത് ഞാനിങ്ങനെ എടുക്കുമ്പോൾ അവൻ ആദ്യം പറഞ്ഞു എന്നോട് ഞാൻ തിരിക്കട്ടെ എന്നാണ് ചോദിച്ചു, ഇതിലെ ഇങ്ങനെ ടേൺ ചെയ്യണം. അപ്പം ഇതിലെ സ്ഥലം വേണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു തിരിക്കലും മറക്കലും ഒന്നുമില്ല, നേരെ പുറകോട്ടെടുത്തോളൂ, അതാണ് സംഭവം. പോയി മൂപ്പരൊക്കെ അപ്പം മനസ്സിലായി, ഫോട്ടോ കുടിക്കാൻ മൂപ്പരൊക്കെ അറിയാലോ, പക്ഷെ വിവരം ഉണ്ടാവുമല്ലോ മനുഷ്യനല്ലേ, അത്യാവശ്യം മോശമൊന്നുമല്ല ആള്. അപ്പോൾ കണ്ടാൽ അറിയാം ഒരു അത്യാവശ്യം ഒരു ഭേദപ്പെട്ടൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ അയാൾ എടുത്തു പോകുമ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു കോംപ്ലിമെന്റ് തന്നു, നിങ്ങൾ ജയിച്ചു. ഓക്കെ അത് പറഞ്ഞപ്പോൾ പോയി. അപ്പോൾ ആരൊക്കെയോ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ ഇവൻ്റെ ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ ആക്കിയോണ്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷെ ഞാനിങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് മുകളിലോട്ട് നോക്കുന്നു, ഈ ബിൽഡിങ്ങിന് മുകളാണ്. അപ്പോൾ ഞാൻ ആരങ്ങ് എന്താ നോക്കുമ്പോഴെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരാളിങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കും. ഞാൻ വിചാരിച്ച ഫോട്ടോ എടുത്തായിരിക്കും, ഒരു തർക്കത്തിന്റെ ഒരു ഇത് കണ്ടപ്പോൾ ഒരു രസം തോന്നിയിട്ടെടുത്തായിരിക്കും. ഇപ്പൊ നമ്മള് ആ വീഡിയോക്കകത്ത് കാണുമ്പോഴേ തന്നെ അതിനകത്ത് കാണുന്നുണ്ട്, അപ്പൊ അമ്മ ആ ചേട്ടനെ തടയുന്ന സമയത്ത് 2 പെൺകുട്ടികൾ അതൊരു കടന്നു പോകുന്നുണ്ട്, അവരൊന്നും പ്രതികരിക്കുന്നുമില്ല, ഒന്ന് തിരിഞ്ഞു നോക്കി പോവുക മാത്രമേ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ യുവാക്കൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇതൊരു വലിയ പ്രശ്നമല്ലേ, പ്രതികരിക്കേണ്ട ശേഷിയില്ലാത്തത്. അത് ഇതാണ് ഇപ്പൊ പറഞ്ഞില്ല, അവരോട് പറഞ്ഞു തന്നെ, ഇതാണ് നമ്മളെ കുടുംബത്തിൽ അങ്ങനെ അയ്യോ ആണുങ്ങളോട് നേരത്തെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന് സ്വന്തം സഹോദരനോട് പോലും നമുക്ക് പിന്നെ ഒന്ന് കയർത്ത് സംസാരിക്കാനുള്ള നമ്മളെ ഇളയ ആളാണെപ്പോഴെങ്കിൽ പോലും അപ്പം പറയും അയ്യോ ഉണ്ടല്ലോ അവനോട് അങ്ങനെ പറഞ്ഞില്ലേ. അതിലൊരു പഴയ ഒരു ശൈലി ഉണ്ട് ഇപ്പോഴും. മാറ്റം വരണമല്ലോ, അതിനാണല്ലോ ഞങ്ങൾ സംഘടനയൊക്കെ ഉണ്ടാക്കി പ്രവർത്തിച്ചത്. പക്ഷേ ആ സംഘടന ഇപ്പൊ എന്തായി, ആ സംഘടന രാഷ്ട്രീയ മുദ്രാവാക്യത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിൽ മാറി. അവർ രാഷ്ട്രീയ പാർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. അല്ല പണ്ടും അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും നമുക്കൊരു ഇതുണ്ടല്ലോ. കാരണം ഇപ്പൊ ഒരു സ്ത്രീയുടെ പ്രശ്നം വന്ന് ആരെ ഏറ്റെടുക്കുക, സ്വതന്ത്രമായി ഏറ്റെടുക്കുക, അതെവിടേക്ക് എത്തിക്കുക. അപ്പം പല കേസുകളും നമുക്ക് പക്ഷെ ഈ നേതാക്കന്മാരുടെ എന്താ പറയുക ഉത്തരവ് അനുസരിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയി. എന്താ വെച്ചാൽ അത് പല ദോഷങ്ങളും രാഷ്ട്രീയമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ. അവര് അതിലിപ്പോ ചിലപ്പോൾ പാർട്ടിക്കാരുണ്ടാവാം, ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. അപ്പൊ അതവർക്ക് ക്ഷീണം ചെയ്യും. നമ്മളോരോ സംഭവങ്ങൾ നമുക്ക് അറിയാം. അതന്നെ ഒരു വലിയ ഉദാഹരണമല്ലേ. നമുക്ക് ഇത്ര വൃത്തികേടുകൾ പറയാൻ പാടുണ്ട്. ഒരു മഹത്തായ സംഘടനന്റെ നമ്മൾ പറയാ മഹത്തായ ഒരു സംഘടനയുടെ ആളായി പറഞ്ഞത് തീവ്രത കുറഞ്ഞതാണ്, മറ്റേ തീവ്രത കൂടിയതാണ്. അവിടേക്ക് എത്തിപ്പോയി, നമ്മൾ തരം താഴ്ന്നു പോയി എന്ന് പറയാം. യുവാക്കളോട് ഇപ്പൊ ഞാൻ അവസാനമായിട്ട് ഞാൻ ചോദിച്ചു, യുവാക്കളോട് എന്താണ് പറയാനുള്ളത്? യുവാക്കളോട് നമ്മൾ പറയേണ്ടത്, നിങ്ങൾ മാക്സിമം ഈ പ്രായമായവരെയും കുട്ടികളെയും ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം യാത്ര ചെയ്യാനും വണ്ടി ഓടിക്കാനും ഒക്കെ. നിങ്ങൾ തിരക്കിലായിരിക്കാം, ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായാലും പിന്നെ അല്ലാത്തതായാലും. പക്ഷെ കുറെ മാറ്റങ്ങളുണ്ട് കേട്ടോ. എന്നാലും പോരാ, അത് കുറച്ചും കൂടി മാറണം. അത് യുവാക്കൾ അതിന് നേതൃത്വം കൊടുക്കണം തന്നെ വേണം. കാരണം നിങ്ങളെ സുഖസൗകര്യം മാത്രം തേടിപ്പോയാൽ പോരാ. ഒരു സമൂഹത്തിന് മാറ്റിയെടുക്കുക എന്നുള്ളത് യുവതലമുറയുടെ കടമ തന്നെയാണ്. കാരണം പൂർവികന്മാർ നമുക്ക് ഈ ഒരു സാധനം നേടി തന്നില്ലെങ്കിൽ നമ്മൾ ഉണ്ടാവുന്നത് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഇന്ത്യയുടെ സ്ഥിതിയും കേരളത്തിലെ സ്ഥിതിയൊക്കെ അങ്ങനത്തെ ഒരവസ്ഥയില്ല. അപ്പൊ ആ ബോധം നമുക്ക് ഉണ്ടാവണം യുവതലമുറ. ഞാൻ എങ്ങനെ സ്വാതന്ത്ര്യം നേടി, എനിക്കെങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു, എനിക്കെങ്ങനെ പിന്നെ പഠിക്കാൻ കഴിഞ്ഞു, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠങ്ങളാണ്. അപ്പൊ അത് ചരിത്രം നമ്മൾ പഠിക്കുകയും ആ ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മളെ പുതുതലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ വേണം. അത് രാഷ്ട്രീയത്തിന് അതീതമായി വേണം എന്ന് ഞാൻ പറയും. രാഷ്ട്രീയക്കാരനാകുമ്പോൾ ഇപ്പോൾ അവരെ വിദ്യാർത്ഥി സംഘടന അവർ ഭരിക്കുമ്പോൾ സമരം ചെയ്യൂല, ഇവർ ഭരിക്കുമ്പോൾ സമരം, അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അതുപോരാ.
നമ്മള് കണ്ടാൽ അതായത് ലെനിൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മരണവും സമരവും എന്നാ പറഞ്ഞത്. ഇപ്പം മരണമില്ല സമരമുള്ളൂ ഒരു വഹിക്കുമ്പോൾ. അത് പിന്നെ നേരെ കേന്ദ്ര ഓഫീസിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റോ ഭരിക്കുമോ, അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു ഇഷ്യൂ, അതൊരു ഇഷ്യൂ തന്നെയാണെങ്കിൽ അതിന് ഇതാക്കുക തന്നെ വേണമല്ലോ.